നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 8-ന് അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇറാനും പരസ്പരം ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ കനത്ത ആക്രമണം നടത്തുന്നു എന്നാണ് സൂചന. അമേരിക്കൻ കപ്പൽ പട കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ചിരുന്നു. ഇതുവരെ അമേരിക്ക കപ്പൽ പടയുടെ വിന്യാസം നടത്തിയിരുന്നത് ഹോർമൂസിന് പുറത്താണ്. ഹോർമൂസിന് പുറത്ത് വലിയ നാവികസേന വിന്യാസം നടത്തിക്കൊണ്ട് ഇറാനിലേക്കുള്ള അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള കപ്പലുകളെയും അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന കപ്പലുകളെയും എല്ലാം ഉപരോധിക്കുകയാണ് അമേരിക്ക ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇറാൻ്റെ നട്ടെല്ലൊടിക്കാനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തികമായി ഇറാനെ തളർത്തുക എന്നതായിരുന്നു ആ ഉപരോധത്തിൻ്റെ ലക്ഷ്യം. അതായത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഇതുവഴിയുള്ള എണ്ണ വിൽപ്പനയാണ്. ഇറാൻ്റെ എണ്ണയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ചൈനയും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ വലിയ വ്യാപാരം, ആ വ്യാപാരത്തെയാണ് അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യാപാരം തടസ്സപ്പെട്ടതോടുകൂടി ഇറാൻ അമേരിക്കയ്ക്ക് മറു ഉപരോധം തീർത്തു. ആ ഉപരോധം അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ ലോകരാജ്യങ്ങളെയും ബാധിച്ചു. അതായത് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു കളഞ്ഞു. ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ടായി. ഇതായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തുള്ള ഒരു വലിയ പ്രതിസന്ധി. അമേരിക്ക ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് വലിയ സേനാവിന്യാസം നടത്തിയിരുന്നു. ഇന്നലെ അമേരിക്കയുടെ ഈ കപ്പൽ പട ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇരച്ചു കയറി എന്നതാണ്. ഇന്നലെ അമേരിക്കയുടെ കപ്പൽപ്പട ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇറാൻ അവിടെ മൈനുകൾ പാകിയിട്ടുണ്ട്. അതുവഴി കപ്പലുകൾ പോകാതിരിക്കാനും പുറത്തുള്ള അമേരിക്കൻ സേനയെ പ്രതിരോധിക്കാനുമെല്ലാം ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ വെടിവെക്കാൻ ഇറാൻ ഗൺബോട്ടുകളും ഉപയോഗിക്കുന്നു. കപ്പലുകളെ മിസൈലുകൾ കൊണ്ട് നേരിടും എന്നാണ് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകളെല്ലാം ആക്രമിച്ച് തകർത്തതിന് ശേഷം അമേരിക്ക കഴിഞ്ഞ ദിവസം ഈ ഹോർമൂസ് കടലിടുക്കിലേക്ക് വെറും 34 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇരച്ചു കയറി. അതായിരുന്നു ആദ്യ ആക്രമണം. ഇതിനെ പ്രതിരോധം എന്ന നിലയിൽ ഇറാനും ആക്രമിച്ചു. അമേരിക്കയുടെ ഓയിൽ ടാങ്കറിന് നേരെ ഇറാൻ്റെ ഗൺബോട്ടുകൾ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ മാത്രമല്ല, ഇന്നലെ ദക്ഷിണ കൊറിയയുടെ ഒരു കപ്പലിന് നേരെയും ഇറാൻ്റെ ഗൺബോട്ടുകൾ ആക്രമണം നടത്തി. ഇത് അത്യന്തം പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീടാണ് അമേരിക്കൻ സേന ഹോർമൂസിലേക്ക് ഇരച്ചു കയറാൻ നോക്കിയത്. അവിടെയുണ്ടായിരുന്ന മൈനുകളെല്ലാം നിർവീര്യമാക്കി മിസൈൽ ലോഞ്ചറുകളെല്ലാം തകർത്തതിന് ശേഷമാണ് അമേരിക്കൻ കപ്പൽപ്പട ഹോർമൂസിലേക്ക് പ്രവേശിച്ചത്. അത് തടയാനായി ഇറാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതായത് ഇറാൻ കടലിടുക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ ഹോർമൂസ് കടലിടുക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അതിലേക്ക് ഞങ്ങൾ കടന്നു കയറുകയും ചെയ്തുവെന്നും ഹോർമൂസ് കടലിടുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്വതന്ത്രമാകുമെന്നുമാണ് ഇപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്നത്. ആയിരക്കണക്കിന് കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ്റെ ഉപരോധം കാരണം കുടുങ്ങിക്കിടക്കുന്നത്. അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വലിയ രീതിയിലുള്ള സമ്മർദ്ദം അവരിൽ ഉണ്ടാക്കാനുമൊക്കെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. യുദ്ധം അവസാനിച്ചതോടെ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടുകൂടി ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടതായിരുന്നു. എന്നാൽ ഇറാൻ്റെ തുറമുഖങ്ങളെ ഉപരോധിച്ചുകൊണ്ട് അമേരിക്ക ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാൻ എടുത്ത നടപടി, ആ നടപടിക്കെതിരെയാണ് ഇപ്പോൾ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാൻ വലിയ പ്രതിരോധം തീർക്കുന്നത്. ഇറാൻ സാമ്പത്തികമായി ഇതിനോടകം തന്നെ വലിയ നഷ്ടത്തിലായി, വലിയ രീതിയിൽ തളർന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് ചർച്ചയ്ക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും ഇറാൻ്റെ പ്രതിനിധികൾ ചർച്ചയ്ക്കായി രംഗത്ത് വന്നത്. അമേരിക്കയുമായി നേരിട്ട് അവർ ചർച്ച നടത്തിയില്ലെങ്കിലും പാകിസ്ഥാനുമായി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രതിനിധികളുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്നെ നേരിട്ട് വന്ന് ചർച്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കാൻ 2-3 തവണ ഇറാൻ ചില നിർദ്ദേശങ്ങൾ പാകിസ്ഥാന് സമർപ്പിച്ചു. ഈ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് പിന്നീട് പാകിസ്ഥാൻ സമർപ്പിക്കുകയും അമേരിക്ക അത് തള്ളിക്കളയുകയും ചെയ്തതാണ്.
കഴിഞ്ഞ ദിവസം വീണ്ടും ഇറാൻ ഒരു 14 ഇന നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ വഴി നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങൾ പരിഗണിക്കും അല്ലെങ്കിൽ പരിശോധിക്കും എന്നാണ് അമേരിക്ക അറിയിച്ചിരുന്നത്. എങ്കിലും ആ നിർദ്ദേശങ്ങളിലും അമേരിക്ക ഇപ്പോൾ അസന്തുഷ്ടരാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. ഈ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്താൻ ചില ഡ്രോൺ ആക്രമണങ്ങളും ഗൺബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളുമൊക്കെ നടത്താൻ ഇറാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കൻ സേനയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിവരം. അമേരിക്ക ആക്രമണം ശക്തമാക്കിയതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണം ശക്തമാക്കുകയാണ് ഇറാൻ. ഇന്നലെ UAE-യുടെ എണ്ണ ശേഖരത്തിന് നേരെയാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇത് വലിയ പ്രകോപനമാണ് സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. UAE-യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണ ശേഖരത്തിന്മേലാണ് ആക്രമണം നടത്തിയത്. ഇത് രാജ്യങ്ങളുടെ സുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഊർജ്ജ പ്രതിസന്ധി അടക്കം മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആക്രമണം തുടർന്നാൽ തങ്ങൾ പുതിയ ആയുധങ്ങൾ പുറത്തെടുക്കുമെന്നും പുതിയ മേഖലകൾ ആക്രമിക്കുമെന്നുമൊക്കെ കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പുതിയ ആയുധങ്ങളൊന്നും പുറത്ത് കണ്ടില്ലെങ്കിലും ഇറാൻ പുതിയ മേഖലകളിലേക്ക് ആക്രമണം നടത്താനുള്ള പദ്ധതി ഇടുന്നു എന്നാണ് UAE-യുടെ എണ്ണ ശേഖരത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതോടുകൂടി പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി യുദ്ധം പുനരാരംഭിച്ചാൽ ഇറാനെ ഈ ഭൂമുഖത്ത് വച്ചേക്കില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഇറാനെ തീർത്ത് കളയും എന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് ചർച്ചകളിൽ പങ്കെടുക്കുകയും ചർച്ചകളിൽ ഒരു സമവായം സൃഷ്ടിക്കുകയും വേണം എന്ന് അമേരിക്ക ഇപ്പോൾ ഇറാനോട് ആവശ്യപ്പെടുന്നുണ്ട്. ആണവായുധം ഒരു കാരണവശാലും വികസിപ്പിക്കാൻ ഇറാനെ അനുവദിക്കില്ല. മാത്രമല്ല, ഇറാൻ ചോദിച്ച നഷ്ടപരിഹാരം നൽകാനും അമേരിക്ക തയ്യാറല്ല. ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അങ്ങനെ ഇറാന് നൽകാനും അമേരിക്ക ഒരുക്കമല്ല. ഈ വിഷയങ്ങളിലാണ് ഇറാന് വലിയ തർക്കമുള്ളത്. ഇറാൻ പറയുന്നത് ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് ഒരു രാജ്യമെന്ന നിലയിൽ തങ്ങളുടെ അവകാശമാണ് എന്നാണ്. ആ ആക്രമണം അല്ലെങ്കിൽ ആ അവകാശം അതൊരിക്കലും ഹനിക്കാൻ അനുവദിക്കില്ല എന്നവർ പറയുന്നു. പക്ഷേ ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടായാൽ ഭ്രാന്തന്മാരുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ്. അവർ ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ അത് പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഭയമാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ഈ ഇറാൻ്റെ ആണവായുധങ്ങളെ ലക്ഷ്യമിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. യുദ്ധം നടത്താൻ അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ 3.5 ലക്ഷം കോടിയിലധികം രൂപയുടെ ചെലവ് ഇതിനോടകം അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ ഈ ലക്ഷക്കണക്കിന് കോടി രൂപ ഈ തരത്തിൽ ഇറാന് നഷ്ടപരിഹാരം നൽകുന്നത് അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യവും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്കൻ നിലപാട്. എന്തായാലും ഈ ഒരു സംഘർഷം അവസാനിക്കുന്ന സാഹചര്യം ഇപ്പോഴും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. ഇറാനെ എത്രയും വേഗം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി അമേരിക്ക വീണ്ടും യുദ്ധത്തിനിറങ്ങുകയാണോ എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ സെനറ്റിനെ അല്ലെങ്കിൽ അമേരിക്കൻ പാർലമെൻറ്റിനെ അറിയിച്ചിരുന്നു. ഇത് അവിടെയുള്ള ഒരു നിയമം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 60 ദിവസം മാത്രമേ പ്രസിഡന്റിന് പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ യുദ്ധം നടത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ 60 ദിവസം പിന്നിടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും യുദ്ധം അവസാനിച്ചു എന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇനി പാർലമെൻറ്റിൻ്റെ അനുമതിക്ക് പോയി തേടേണ്ട കാര്യമില്ല അമേരിക്കൻ പ്രസിഡന്റിന്. ഇനിയും ഇറാനെ ആക്രമിക്കണമെങ്കിൽ മറ്റൊരു 60 ദിവസം കൂടി ആക്രമിക്കാനുള്ള എല്ലാ നിയമ ഭേദഗതിയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരുക്കങ്ങളും അമേരിക്ക നടത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ സേനയും യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അമേരിക്ക ഇറാനിൽ വീണ്ടും ഇടപെടൽ നടത്തുകയാണ് എങ്കിൽ, ആക്രമണം നടത്തുകയാണെങ്കിൽ ഒപ്പം കൂടാനായി ഇസ്രായേൽ സേനയും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതു വിധേനയും ഒന്നുകിൽ ഇറാൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ ഭരണകൂടത്തെ പിഴുതെറിയുക, അല്ലെങ്കിൽ അതിൻ്റെ ആണവ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക. ഇതാണ് അമേരിക്കയുടെയും ഇറാൻ്റെയും ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ഈ കഴിഞ്ഞ ആക്രമണങ്ങൾ മുഴുവനും നടത്തിയത്. ഇപ്പോഴിതാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തൽ ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഹോർമൂസ് കടലിടുക്കിൽ വലിയ ആക്രമണം തുടരുകയാണ്.